ജപ്പാനിലെ വീടുകളെ കുറിച്ച് പഠിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? അവരുടെ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തല്ലാതെ വേറൊരു സാധനവും വെക്കില്ല. ഒരു ബാഗ് പോലുമില്ല. കുട്ടികളുടെ സ്കൂൾ പുസ്തകങ്ങളില്ല, മൊബൈൽ ചാർജർ ഇല്ല, മരുന്നു കുപ്പികളില്ല, മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന കവറുകൾ പോലുമില്ല. കൂടുതൽ പേരുടെയും വീട്ടിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ? ടേബിളിൽ നിറയെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നീട് അത് മാറ്റാമെന്ന് വെച്ച് അവിടെ തന്നെ വെക്കുന്നവർ. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഡൈനിങ് ടേബിളിൽ ഒരു ഫ്ലവർ വേസ് പോലും വെക്കാതെ കാലിയാക്കി നീറ്റാക്കി തുടച്ച് ഞാൻ വെക്കും. നമ്മുടെ വീട്ടിലൊക്കെ ഡൈനിങ് ടേബിൾ എന്നത് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലത്തേക്കാൾ കൂടുതൽ വീട്ടിലെ എല്ലാ സാധനങ്ങളും താൽക്കാലികമായി എത്തിച്ചേരുന്ന ഒരു ഏരിയ ആണ്. രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ബാഗും, ഭർത്താവ് ഓഫീസിലേക്ക് പോകുമ്പോൾ ഫയലും മറ്റും ഈ ടേബിളിലായിരിക്കും ഉണ്ടാവുക. നമ്മൾ പലർക്കും ഇത് സാധാരണ കാഴ്ചയാണ്. പക്ഷെ ജാപ്പാനീസുകാർ ഈ കാര്യം ഇത്ര കർശനമായി പാലിക്കുന്നത് എന്തിനാണ്? അതിന്റെ ഉത്തരം കേട്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമായി. അവരുടെ വിശ്വാസം അനുസരിച്ച് ഡൈനിങ് ടേബിൾ വെറും ഫർണിച്ചർ അല്ല, അത് കുടുംബം ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഒന്നിച്ചു കൂടുന്ന സ്ഥലമാണ്. എല്ലാവരും ഫോണും തിരക്കും മാറ്റിവെച്ച് മുഖാമുഖം ഇരിക്കുന്ന ഇടം. അതുകൊണ്ട് ആ സ്ഥലം എപ്പോഴും നന്നായി വൃത്തിയായിരിക്കണം എന്നാണ് അവരുടെ ചിന്ത. സത്യത്തിൽ ആലോചിച്ചു നോക്കിയാൽ അതിൽ കാര്യമില്ലേ? നമ്മൾ ഒരു ദിവസം എത്ര തവണ ഡൈനിങ് ടേബിളിന്റെ അടുത്തുകൂടി നടക്കുന്നു? ഓരോ തവണയും അവിടെ കൂട്ടിക്കിടക്കുന്ന സാധനങ്ങൾ കണ്ണിൽപ്പെടും. നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുന്നു, പക്ഷേ നമ്മുടെ തലച്ചോർ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോ കൂമ്പാരവും ഒരു പൂർത്തിയാകാത്ത ജോലിയെ ഓർമ്മിപ്പിക്കും. ടേബിളിൽ ഇരിക്കുന്ന ആ ബില്ലടയ്ക്കണം, ആ തുണി മടക്കി വെക്കണം, ആ പുസ്തകം മാറ്റി വെക്കണം. അങ്ങനെ അറിയാതെ മനസ്സിൽ ചെറിയ ചെറിയ സമ്മർദ്ദങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒന്ന് റീസെറ്റ് ചെയ്യാൻ പോകുന്നത്. വെറും ടേബിൾ വൃത്തിയാക്കാനല്ല, വീടിന്റെ നടുവിലുള്ള ഈ സ്ഥലത്തിന് വീണ്ടും അതിന്റെ യഥാർത്ഥ പ്രാധാന്യം തിരികെ കൊടുക്കാൻ. സത്യം പറഞ്ഞാൽ വീട്ടമ്മമാരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന കാഴ്ചകളിൽ ഒന്നാണ് ഈ ടേബിൾ. രാവിലെ എഴുന്നേറ്റാൽ ആദ്യം കാണും, രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പും കാണും. അതുകൊണ്ട് അതിന്റെ അവസ്ഥ നമ്മുടെ മനസ്സിനെയും ബാധിക്കും. ഇപ്പോൾ ഞാൻ ടേബിളിൽ കിടക്കുന്ന ഓരോ സാധനവും എടുത്തു നോക്കുകയാണ്. ഒരു പേപ്പർ, ഒരു പ്ലാസ്റ്റിക് കവർ, കുട്ടിയുടെ പെൻസിൽ ബോക്സ്, കുറച്ച് കോയിൻസ്, ഒരു വെള്ളക്കുപ്പി. ഇതൊന്നും ഇവിടെ സ്ഥിരമായി വെക്കേണ്ട സാധനങ്ങളല്ല. പക്ഷെ എല്ലാവരും ഇതിന്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. നമ്മുടെ വീട്ടിലെ ക്ലട്ടർ പലപ്പോഴും പല അലമാരകളിൽ അല്ല തുടങ്ങുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ ഇടങ്ങളിലാണ് തുടങ്ങുന്നത്. ഒരു ദിവസം വെച്ചത് രണ്ടാമത്തെ ദിവസം അവിടെ തന്നെ വെക്കും. പിന്നീട് അതിന്റെ മുകളിൽ മറ്റൊന്ന്, പിന്നെ മറ്റൊന്ന്. അങ്ങനെ ടേബിളിൽ പതുക്കെ അപ്രത്യക്ഷമാകും. ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം മാത്രം ചോദിക്കുന്നു. ഈ സാധനങ്ങളുടെ ശരിയായ സ്ഥലം എവിടെയാണ്? അത് അവിടെ എത്തിക്കുന്നു, അത്രമാത്രം. വലിയ ക്ലീനിങ് ഒന്നുമില്ല, അതിനായി വലിയ പരിശ്രമവുമില്ല. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ടേബിളിന്റെ പകുതി കാലിയായി. ഇതാണ് ചെറിയ ശീലങ്ങളുടെ ശക്തി. ഇപ്പോൾ ടേബിൾ കുറച്ച് കാണാൻ തുടങ്ങിയല്ലോ. എത്ര വ്യത്യാസമുണ്ട്! സത്യത്തിൽ നമ്മൾ പലപ്പോഴും കൂടുതൽ ജോലി ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ചിലപ്പോൾ കൂടുതൽ ജോലി വേണ്ട, കുറച്ച് സാധനങ്ങൾ മാത്രം മാറ്റിയാൽ മതി. ജാപ്പാനീസുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്: ഓരോ വസ്തുവിനും ഓരോ സ്ഥലം ഉണ്ടാകണം. ഉപയോഗം കഴിഞ്ഞാൽ അത് തിരികെ അവിടെ എത്തണം. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ വീട്ടിലെ സമാധാനത്തിന്റെ വലിയ രഹസ്യം അതാണ്. കാരണം സാധനങ്ങൾ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ വീട് ഭാരമായി തോന്നും. നമ്മൾ സാധനങ്ങളെ നിയന്ത്രിക്കുമ്പോൾ വീട് ആശ്വാസമായി തോന്നും. ഇപ്പോൾ ടേബിളിൽ മുഴുവൻ കാലിയായി. ഒരു നനഞ്ഞ തുണിയെടുത്ത് ഒന്ന് തുടച്ചെടുക്കാം. ഇത് ചെയ്യുമ്പോൾ എനിക്കും എപ്പോഴും ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട്. കാരണം കുറച്ച് നിമിഷം മുമ്പ് ക്ലട്ടർ നിറഞ്ഞിരുന്ന സ്ഥലം ഇപ്പോൾ ശ്വാസം എടുക്കുന്ന പോലെ തോന്നുന്നു. വീടിന് ശ്വാസം വേണമല്ലോ. ഓരോ കോണും സാധനങ്ങൾ കൊണ്ട് നിറച്ചാൽ വീട് ചെറുതായി തോന്നും. കുറച്ച് കാലിയായ ഇടങ്ങൾ ഉണ്ടെങ്കിൽ വീട് കൂടുതൽ വിശാലമായി തോന്നും. അതുകൊണ്ടാണ് ജാപ്പാനീസ് വീടുകളിൽ പലപ്പോഴും കുറച്ച് ഫർണിച്ചറുകളും കുറച്ച് സാധനങ്ങളും മാത്രം കാണുന്നത്. വീട്ടമ്മമാരോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എത്ര തവണ വീട് മുഴുവൻ വൃത്തിയാക്കിയിട്ടും എന്തോ ഇപ്പോഴും ഭംഗിയില്ല, അത് ശരിയായില്ല എന്ന് തോന്നിയിട്ടുണ്ട്? അതിന്റെ കാരണം പലപ്പോഴും പൊടിയല്ല, ക്ലട്ടർ ആണ്. വീട് വൃത്തിയായാലും സാധനങ്ങൾ പുറത്ത് കിടക്കുമ്പോൾ തലച്ചോറിന് അത് അലങ്കോലമായി തോന്നും. അതുകൊണ്ട് ഇന്ന് ഈ ടേബിൾ മാറ്റിയതുപോലെ വീട്ടിലെ ഒരു ചെറിയ ഇടം മാത്രം മാറ്റി നോക്കൂ. ആ മാറ്റം മുഴുവൻ
വീട്ടിലേക്കും പകരും. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കൂ. ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ കുടുംബം ഇവിടെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ടേബിളിൽ സാധനങ്ങളില്ല, എല്ലാവർക്കും സ്ഥലമുണ്ട്, ഭക്ഷണം മാത്രമാണ് പ്രധാന കാര്യം. സംസാരിക്കാൻ ഇടമുണ്ട്, ഒരുമിച്ചിരിക്കാൻ ഇടമുണ്ട്. ചിലപ്പോൾ കുടുംബത്തിലെ നല്ല സംഭാഷണങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ജാപ്പാനീസുകാർ ഡൈനിങ് ടേബിളിനെ ഇത്ര ബഹുമാനത്തോടെ കാണുന്നത്. ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ഒരു ചെറിയ ചാലഞ്ച് ഉണ്ട്. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ മുഴുവൻ കാലിയാക്കിയിടും. വെറും 5 മിനിറ്റ് മതി. നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം അത് നോക്കൂ. നിങ്ങളുടെ മനസ്സിന് എന്ത് തോന്നുന്നു എന്ന് ശ്രദ്ധിക്കൂ. കാരണം ചിലപ്പോൾ വലിയ മാറ്റങ്ങൾ വലിയ പണച്ചെലവിലൂടെയോ പുതിയ ഫർണിച്ചറുകളുടെയോ അല്ല വരുന്നത്, ഇങ്ങനെയുള്ള ചെറിയ ശീലങ്ങളിലൂടെയാണ്. ഒരു കാലിയായ ഡൈനിങ് ടേബിള്, പക്ഷെ കൂടുതൽ സമാധാനമുള്ള വീട്. അതാണ് ഈ ജാപ്പാനീസ് റൂൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.